Hello everyone. Next topic that is defects in lens system. മൈക്രോസ്കോപ്പിലുള്ള നിങ്ങൾക്കറിയാം ലെൻസസ് എവിടെയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് ഐ പീസിലുണ്ട് ഒബ്ജക്റ്റീവിലുണ്ട് സോ അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ലെൻസ് സിസ്റ്റത്തിൽ ഡിഫക്ട്സ് ഉണ്ട് ഇപ്പോഴുള്ള മൈക്രോസ്കോപ്പിലൊന്നും ഉണ്ടാവില്ല പക്ഷെ പണ്ട് കാലങ്ങളിലൊക്കെയുള്ള മൈക്രോസ്കോപ്പിന് പല ഡിഫക്ട്സും ഉണ്ട് സോ അങ്ങനെ മൈക്രോസ്കോപ്പിൽ കാണുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് ഡിഫക്ട്സ് ആണ് സ്പെറിക്കൽ അബ്രേഷൻ ആൻഡ് ക്രോമാറ്റിക് അബ്രേഷൻ. ഓക്കെ, ഇതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ലെൻസ് സിസ്റ്റം കൊണ്ടുള്ള രണ്ട് ഡിഫക്റ്റ് ആണ് സ്പെറിക്കൽ അബ്രേഷനും ക്രോമാറ്റിക് അബ്രേഷനും. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് സ്പെറിക്കൽ അബ്രേഷൻ? Spherical aberration is the induced or fuzzy appearance of the image. ഇമേജിന് ഒരു വ്യക്തമല്ലാത്ത അവ്യക്തമായ ഇമേജ് നമ്മൾ ഫീൽഡിൽ നോക്കുമ്പോൾ നമുക്ക് ഇമേജ് ഒക്കെ നല്ല ഒരു ഒബ്ജക്റ്റ് ഒക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണണ്ടേ. ഒബ്ജക്റ്റ് ഒക്കെ നമുക്ക് ഒരു ബാക്ടീരിയ ആണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യണ്ടേ. പക്ഷെ ഈ ഒരു സ്പെറിക്കൽ അബ്രേഷൻ കാരണം ആ ഒരു ബാക്ടീരിയ ഒന്നും വ്യക്തമല്ല, ഏത് ബാക്ടീരിയ ആണെന്നൊന്നും ക്ലിയർ ആയിട്ട് അതിന്റെ ഷേപ്പോ സ്ട്രക്ചറോ ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെയൊക്കെയുള്ള അബ്രേഷൻ ആണ് സ്പെറിക്കൽ അബ്രേഷൻ. അതിന്റെ മെയിൻ കാരണം സ്പെറിക്കൽ അബ്രേഷന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഡ്യൂ ടു നോൺ കൺവേർജൻസ് ഓഫ് റേ ഓഫ് ലൈറ്റ് ടു എ കോമൺ ഫോക്കസ്. ഇപ്പോൾ റേ ഓഫ് ലൈറ്റ് വരുന്ന നമ്മുടെ ലൈറ്റ് റേസിന്, അതായത് മിററിൽ നിന്ന് കണ്ടൻസർ വഴി ഐറിസ് ഡയഫ്രാം വഴി നമ്മളെ റേ ഓഫ് ലൈറ്റ് എവിടെ എത്തും? സ്റ്റേജിലെത്തും. സ്റ്റേജിൽ നിന്ന് അത് എങ്ങോട്ടെത്തും? ഒബ്ജക്റ്റീവിലെത്തും. പക്ഷെ ഒബ്ജക്റ്റീവിലെത്തിയാൽ ഈ റേ ഓഫ് ലൈറ്റ് ഒരു കോമൺ ഫോക്കസിൽ പോയിന്റ് ചെയ്യാതെ വേറെ ഡിഫറെന്റ് പോയിന്റിലേക്ക് വന്ന് ടച്ച് ചെയ്യുന്ന റേ ഓഫ് ലൈറ്റ്, അങ്ങനെ ഫോക്കസ് ചെയ്യുന്നതാണ് സ്പെറിക്കൽ അബ്രേഷന്റെ മെയിൻ കാരണം. Spherical aberration due to non-convergence of ray of light to a common focus. Spherical aberration ഒക്കെ അതുണ്ടാവാൻ കാരണം എന്താ? When the edge of a lensന്റെ edge, നമ്മൾ ഒബ്ജക്റ്റീവിലൊക്കെ യൂസ് ചെയ്യുന്ന ലെൻസിന്റെ edge give a slightly higher magnification than its center. This result loss of contrast, resolution, clarity and overall focus. Resolution means രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ അടുത്തടുത്തുണ്ടെങ്കിൽ അതിന് രണ്ടിന് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന റിസൊല്യൂഷൻ. സോ അതൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല, ആ ഒരു ഡീറ്റെയിൽ സ്ട്രക്ചർ ഒന്നും നമുക്ക് കിട്ടില്ല ഈ ഒരു സ്പെറിക്കൽ അബ്രേഷൻ ഉണ്ടെങ്കിൽ. ഓക്കെ, ആൻഡ് ദ സ്പെറിക്കൽ അബ്രേഷൻ is a property of those lens. Spherical aberration ഏത് ലെൻസസിനാണ് കൂടുതൽ ഉണ്ടാവുക? ലെൻസ് then perfect spherical shape, അതായത് ലെൻസസിന് പെർഫെക്റ്റ് സ്പെറിക്കൽ ഷേപ്പ് ഇല്ലെങ്കിൽ those lenses that have less than perfect spherical shape and increase in the thickness of biconvex lens. ഈ രണ്ട് ലെൻസസ് ഉണ്ടെങ്കിൽ ആ രണ്ട് ലെൻസസിനാണ് മെയിൻ ആയിട്ട് ഈ സ്പെറിക്കൽ അബ്രേഷൻ ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെയുള്ള ലെൻസസ് ആണെങ്കിൽ ഓക്കെ ഇറ്റ് ക്യാൻ ബി കറക്റ്റഡ്, അതും നമുക്ക് കറക്റ്റ് ചെയ്യാം by combining it with a biconcave lens that bring the image to a sharp focus. Okay, ഇതാണ് സ്പെറിക്കൽ അബ്രേഷൻ. ഞാൻ പറഞ്ഞു അബ്രേഷൻ, അതായത് ലെൻസസ് കൊണ്ടുള്ള അബ്രേഷൻ രണ്ട് ടൈപ്പ് അബ്രേഷൻ ഉണ്ട്. സ്പെറിക്കൽ അബ്രേഷൻ ഉണ്ട്, ക്രോമാറ്റിക് അബ്രേഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്, അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, ഡിഫക്റ്റ് ഇൻ ലെൻസ് സിസ്റ്റം അല്ലെങ്കിൽ അബ്രേഷൻ. ഡിഫക്റ്റ് ഇൻ ലെൻസ് സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് രണ്ട് ഡിഫക്റ്റ് ആണ്. ഒന്ന് സ്പെറിക്കൽ അബ്രേഷനും രണ്ടാമത്തെ ക്രോമാറ്റിക് അബ്രേഷനും. സ്പെറിക്കൽ അബ്രേഷൻ ആണ് ഇപ്പം പറഞ്ഞത്. ഇപ്പോൾ ഈ വരുന്ന റേ ഓഫ് ലൈറ്റിനെ ഒന്നും ഒരു കോമൺ പോയിന്റിൽ ഫോക്കസ് ചെയ്യാതെ രണ്ട് പോയിന്റിൽ, മെനി ഫോക്കൽ പോയിന്റിൽ ഫോക്കസ് ചെയ്യുന്നതിനെയാണ് സ്പെറിക്കൽ അബ്രേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇമേജ്, ഒരു ക്ലിയർ ആയിട്ടുള്ള ഇമേജ് കിട്ടില്ല, ഒരു വ്യക്തമായ ഇമേജ് കിട്ടില്ല. ഇതുണ്ടോ ഇമേജ്, ഇങ്ങനെയുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, നിങ്ങൾക്ക് ബുക്കിൽ എഴുതാൻ കുറച്ചും കൂടി ബെറ്റർ ഈ ഒരു ഡയഗ്രം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ക്രോമാറ്റിക് അബ്രേഷൻ. ഇതും അബ്രേഷൻ ആണ്.
അതായത് ഫസ്റ്റ് അപ്പിയറൻസ് നമ്മളൊരു വ്യക്തമായിട്ടുള്ള ഇമേജ് ഈ ക്രോമാറ്റിക് അബ്രേഷനിൽ കിട്ടില്ല. അതും എന്തുകൊണ്ടാണ്? ഡ്യൂ ടു നോൺ കൺവേർജൻസ് ഓഫ് റേ ഓഫ് വൈറ്റ് ലൈറ്റ് ടു എ കോമൺ ഫോക്കസ്. വൈറ്റ് ലൈറ്റിന് എല്ലാം ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരുന്ന aberration ആണ് chromatic aberration. This is the condition in which image is surrounded by multicolored fringes. അതായത് ഈ ഒരു കേസിൽ നമ്മുടെ ഇമേജ് എങ്ങനെ നമുക്ക് കാണാം? ഇമേജിന് ചുറ്റും മൾട്ടി കളർ ബ്ലൂ വയലറ്റ് അങ്ങനെ പറഞ്ഞ മൾട്ടി കളർ ബോർഡർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, വിത്ത് ദി ബ്ലൂ ലൈറ്റ് ബീങ് സ്ലൈറ്റ്ലി മോർ മാഗ്നിഫൈഡ് ദാൻ ദി റെഡ്. It caused by, ഇത് എന്തുകൊണ്ടാണ് ഈ ക്രോമാറ്റിക് അബ്രേഷൻ ഉണ്ടാവുന്നത്? It caused by splitting of white light into its components color while passing through a biconvex lens which act as a prism. നമ്മൾ ഈ ഒബ്ജക്റ്റീവിലൊക്കെ ബൈകോൺവെക്സ് ലെൻസ് ഒക്കെയാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ബൈകോൺവെക്സ് ലെൻസസ് മാത്രം ഈ ഒബ്ജക്റ്റീവിലൊക്കെ യൂസ് ചെയ്താൽ ആ ഒരു കേസിൽ വരുന്ന വൈറ്റ് ലൈറ്റിനെയൊക്കെ ഈ ബൈകോൺവെക്സ് ലെൻസ് സ്പ്ലിറ്റ് ചെയ്യും. സോ ആ ഒരു കോമൺ പോയിന്റിൽ നിന്നും ഈ ഫോക്കൽ പോയിന്റ് മെനി ഫോക്കൽ പോയിന്റ് ആയിരിക്കും. സോ ഒരു നമ്മളെ ഒബ്ജക്റ്റ് ഫുള്ളും സറൗണ്ട് ചെയ്തിട്ട് മൾട്ടി കളർ റിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, when white light pass through a prism, അതായത് ബൈകോൺവെക്സ് ലെൻസ് ഒരു പ്രിസം ആയിട്ടാണ് ആക്ട് ചെയ്തത്. സോ പ്രിസത്തിലൂടെ ഒരു വൈറ്റ് ലൈറ്റ് പാസ് ചെയ്താൽ the light of shorter wavelength like blue is refracted more strongly than that of a long wavelength such as red. Thus, light of one color is projected at a greater magnification than another, resulting in appearance of colored fringes in the image of the object. Okay. And chromatic aberration in modern microscope is controlled by proper combination of lenses. So ഇപ്പോഴുള്ള മൈക്രോസ്കോപ്പിനൊന്നും chromatic aberration ഇല്ല. അതായത് ഓൺലി ബൈ കോൺവെക്സ് ലെൻസസ് യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പ് ഇല്ല. അതിന് നമ്മൾ അതായത് നമ്മളത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ബൈ കോമ്പിനേഷൻ. പല ലെൻസസ് വെച്ചിട്ട് അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ലെൻസസ് ആണ് എക്രോമാറ്റിക് ലെൻസസ് ആൻഡ് എപ്പോക്രോമാറ്റിക് ലെൻസസ്. ഓക്കെ, ഒബ്ജക്റ്റീവില് യൂസ് ചെയ്യുന്ന ലെൻസസ് ആണ് എക്രോമാറ്റിക് ലെൻസസ്. അത് കറക്റ്റ് ഫോർ 1 കളർ, വൈൽ എപ്പോക്രോമാറ്റിക് ലെൻസസ് ഇസ് കറക്റ്റഡ് ഫോർ 3 കളർ. ഓക്കെ, ഇതാണ് അബ്രേഷൻ, ക്രോമാറ്റിക് അബ്രേഷൻ. വരുന്ന വൈറ്റ് ലൈറ്റിനെ ഒന്നും കോമൺ പോയിന്റിൽ ഫോക്കസ് ചെയ്യാതെ റെഡ് ലൈറ്റ് ഹയർ മാഗ്നിഫൈ ചെയ്യും, ബ്ലൂ ലൈറ്റ് കുറച്ചും കൂടി ഷോർട്ടായിട്ട് ഉള്ളൂ. ഇവിടെ ഒരു ഒബ്ജക്റ്റിന് മൾട്ടി കളർ വേറെ തന്നെ രണ്ട് പോലെ നമുക്ക് കാണാൻ പറ്റും. ഇത് ആഫ്റ്റർ കറക്ഷൻ ആണ്. ഇത് ക്രോമാറ്റിക് അബ്രേഷൻ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും.